നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു രക്ഷയുമില്ല, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതെന്തു സംഭവിച്ചു? ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ് തിരൂരിൽ നിന്ന് 2 +2 വിദ്യാർത്ഥിനികൾ അക്ബർ റഹീമിനെയും കൂട്ടി മുംബൈയിലേക്ക് പുറപ്പെട്ടത്. അവിടെ അവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും പോലീസ് അന്വേഷണം തുടരുന്നു. അക്ബർ റഹീം പോലീസ് കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം തിരൂരിൽ നിന്ന് പുറപ്പെട്ടത് ഒരു 10ാം ക്ലാസ്സുകാരി. എന്നാൽ പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഈ കുട്ടി രക്ഷപ്പെട്ടു. അതൊരു വല്ലാത്ത കഥ. കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഇന്നിതാ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ നിന്ന് മറ്റൊരു ദുരന്ത വാർത്ത. അവിടെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കണ്ടെടുത്തത് 2 കിലോ കഞ്ചാവ്. വ്യാഴാഴ്ച രാത്രി പോലീസ് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത്. കളമശ്ശേരി പോലീസിനും ഡാൻസാപ്പിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി ഹോസ്റ്റലിൽ റെയ്ഡ് നടന്നു. മുറികളിൽ നടന്ന പരിശോധനയിൽ ഒരു മുറിയിൽ നിന്ന് മാത്രം 1.9 കിലോ കഞ്ചാവ് കണ്ടെത്തി. മറ്റൊരു മുറിയിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവ്. കൊല്ലം സ്വദേശിയായ ആകാശിൻ്റെ മുറിയിൽ നിന്നാണ് 1.9 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിരിക്കുന്നത്. മിക്ക ക്യാമ്പസുകളിലെയും സ്ഥിതി ഇതുതന്നെയാണ്. സ്കൂൾ വിദ്യാർത്ഥിനികളടക്കം ഇപ്പോൾ ലഹരിയുടെ പിടിയിൽ. മറുവശത്ത് സമൂഹ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് പല കുട്ടികളെയും വഴിതെറ്റിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സുകാരി ആൺസുഹൃത്തിനൊപ്പം പുറപ്പെടാൻ ഇറങ്ങിത്തിരിച്ചത് മലപ്പുറം മഞ്ചേരിയിലാണ്. രാവിലെ പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങുന്നു. വീട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ചേട്ടൻ വഴക്കു പറഞ്ഞ ജ്യേഷ്ഠനെതിരെ പോലീസിൽ പോയി പരാതി കൊടുക്കുമെന്ന് വീട്ടുകാരെ ഭയപ്പെടുത്തിയാണ് നേരെ പെൺകുട്ടി പുറത്തേക്കിറങ്ങിയത്. അവൾ കയ്യിലൊരു ബാഗൊക്കെ ചുരുട്ടിക്കൂട്ടി കരുതിയിരുന്നു. ദൂരേക്ക് പോവുക തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം. ആലപ്പുഴയിലുള്ള ആൺസുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്താം, നീ എത്രയും പെട്ടെന്ന് അവിടെ വരിക, നമുക്കൊരുമിച്ച് യാത്ര തിരിക്കാം. മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത്. ഉച്ചയായിട്ടും പെൺകുട്ടിയെ കണ്ടില്ല. ഇതോടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതി നൽകുന്ന വേളയിൽ പെൺകുട്ടിക്ക് ഒരു ആൺസുഹൃത്തുള്ള കാര്യം കൂടി വീട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു. ആൺസുഹൃത്തിൻ്റെ നമ്പർ ഭാഗ്യത്തിന് വീട്ടുകാർക്കറിയാം. പോലീസ് ആൺസുഹൃത്തിനെ വിളിച്ചു. ഫോൺ എടുത്തിയുടനെ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ആൺസുഹൃത്ത് ശ്രമിച്ചത്. പക്ഷേ പോലീസ് ബുദ്ധിയല്ലേ, അവർ എടുത്തിട്ടൊന്ന് കുടഞ്ഞു. സംഗതി മോനെ, പോക്സോ കേസാണ്, നിന്നെ തൂക്കിയെടുത്ത് അകത്തിടും. അപ്പോഴതാ പെൺകുട്ടി ഒപ്പമില്ല എന്ന നിലപാടിലായി യുവാവ്. പെൺകുട്ടി എവിടെയാണുള്ളത് എന്ന പോലീസിന്റെ ചോദ്യത്തിന് എവിടെയുള്ളതായി തനിക്കറിയില്ല എന്നവൻ മറുപടി പറഞ്ഞു. പെൺകുട്ടി വിളിച്ചാൽ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് വിവരം പറയണമെന്ന് പോലീസ് ചട്ടം കെട്ടി. ഇതോടെ ആ യുവാവ് ഭയന്നു. സംഗതി പോക്സോ കേസാണ്, പെൺകുട്ടിയുമായി പോകുന്നതിനിടയിൽ എന്തായാലും പോലീസ് പിടികൂടും. തുടർന്ന് പെൺകുട്ടി വിളിച്ചപ്പോൾ യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഫറൻസ് കോൾ ഇട്ടു. അങ്ങനെ മഞ്ചേരി പോലീസും ആ കോൺഫറൻസ് കോളിനൊപ്പം കൂടി. പെൺകുട്ടി വിളിക്കുന്ന ഫോൺ നമ്പർ പോലീസ് മനസ്സിലാക്കി. തുടർന്ന് പോലീസ് തന്നെ ആ ഫോൺ നമ്പറിലേക്ക് തിരികെ വിളിച്ചു. അപ്പോഴിതാ കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ബസ്സിലിരിക്കുന്ന ഒരു യാത്രക്കാരിയാണ് ഫോൺ എടുത്തത്. തൻ്റെ സഹോദരനെ വിളിക്കാനെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഒരു കോൾ ചെയ്തതാണ് എന്ന് യാത്രക്കാരി പോലീസിനോട് പറഞ്ഞു. എവിടെ വെച്ചാണ് പെൺകുട്ടിയെ കണ്ടത് എന്ന ചോദ്യത്തിന് ആ യാത്രക്കാരി കൃത്യമായ ഉത്തരം പോലീസിന് കൊടുത്തു. ഇതോടെ പെൺകുട്ടി എവിടെയാണ് എന്ന കാര്യത്തിൽ പോലീസിന് ധാരണ കിട്ടി. തിരൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പെൺകുട്ടി തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയത് എന്ന് ഈ യാത്രക്കാരി പോലീസിനോട് പറഞ്ഞിരുന്നു. വീട്ടുകാരിൽ നിന്ന് പെൺകുട്ടിയുടെ ഫോട്ടോ അടക്കം ഇതിനകം തന്നെ മഞ്ചേരി പോലീസ് മേടിച്ചിരുന്നു. മഞ്ചേരി പോലീസ് തിരൂർ പോലീസിന് ഈ വിവരങ്ങൾ കൈമാറി. തിരൂർ പോലീസ് പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലെത്തി. എന്നാൽ ബസ് സ്റ്റാൻഡിൽ പെൺകുട്ടിയില്ല. ഉടൻ തന്നെ സംശയം തോന്നിയ പോലീസ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് അരമണിക്കൂറിനുള്ളിൽ കുട്ടിയെ പിടികൂടി. തുടർന്ന് മഞ്ചേരിയിൽ നിന്ന് വനിതാ പോലീസ് എത്തി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. കുട്ടിയെ കണ്ടെത്താൻ വിവരങ്ങൾ ശേഖരിച്ച് നേതൃത്വം നൽകിയത് മഞ്ചേരി CPO നിഷാദ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ രക്ഷിച്ചത് പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ തന്നെ. തുടർന്ന് പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയതിനു ശേഷം വീട്ടുകാർക്കൊപ്പം വിടാം എന്ന് പോലീസ് നിലപാടെടുത്തു. പോലീസ് നടത്തിയ ജാഗ്രതയോടെയുള്ള നീക്കമാണ് പെൺകുട്ടിയെ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ പിടികൂടാൻ കഴിഞ്ഞത്. ഇത്തരം പെൺകുട്ടികളെ നിയന്ത്രിക്കേണ്ടത് വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. നേരത്തെ തിരൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോയ പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു. നീണ്ട കൗൺസിലിങ്ങിന് പെൺകുട്ടികളെ വിധേയരാക്കിയെങ്കിലും അവർ ചെയ്ത കാര്യങ്ങളിൽ ഒരുവിധ കുറ്റബോധവുമില്ലാതെയാണ് അവരുടെ പ്രതികരണം. അക്ബർ റഹീമിനെക്കുറിച്ച് ഇനിയുമേറെ ദുരൂഹതകൾ തുടരുന്നു. മുംബൈയിലേക്ക് പോയ അന്വേഷണ സംഘം അവിടുത്തെ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. ഒരു പരിചയവുമില്ലാതെ മുമ്പേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പെൺകുട്ടികൾ പിന്നീട് മലയാളി നടത്തുന്ന ഒരു ബ്യൂട്ടി സലൂണിലെത്തുക,
5000 വെച്ച് രണ്ടുപേരും കൂടി ചേർന്ന് 10000 രൂപയുടെ ഹെയർ സ്റ്റൈൽ വർക്കൊക്കെ ചെയ്യുക വല്ലാത്ത ഒരു പ്രഹേളിക തന്നെയായിരുന്നു ആ +2 വിദ്യാർത്ഥിനികളുടെ യാത്രയും മുംബൈയിലെ ജീവിതവുമൊക്കെ. പിന്നീട് ഒരു പരിചയമില്ലാത്ത അവർ മുംബൈയിലൂടെ ട്രെയിനിൽ കയറി യാത്ര ചെയ്തതൊക്കെ ഇപ്പോഴും ദുരൂഹതയായി തുടരുന്നു. അക്ബർ റഹീമിന് മുംബൈയിൽ ചില ബന്ധങ്ങളുണ്ട് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. എന്നാൽ റഹീമിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നുമില്ല. ഇത്തരം നിരവധി കേസുകൾ നിത്യേനയെന്നോണം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിക്കുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ കൂടുതലായി തിരൂർ, മലപ്പുറം, മഞ്ചേരി മേഖലകളിൽ സംഭവിക്കുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് കൂടുതൽ ജാഗ്രത കാട്ടേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.